പ്രിയപ്പെട്ടവരെ, ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവീ കടാക്ഷം ഉറപ്പ്. വീട്ടിൽ പുസ്തക പൂജ വയ്ക്കുമ്പോൾ ഇവ മാത്രം ശ്രദ്ധിക്കുക. അതായത് പൂജയ്ക്ക് പുസ്തകം വയ്ക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നവരാത്രിക്ക് പൂജ വയ്പ്പ് ഏറെ പ്രധാനമാണല്ലോ. പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക എന്ന ചടങ്ങ് പഠനത്തിന് നല്ലതാണെന്നാണ് വിശ്വാസം. സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജ വയ്ക്കുന്നതാണ് പതിവ്. എന്നാൽ ഇതിന് സാധിക്കാത്ത പലരുമുണ്ട്. അവർ അവരവരുടെ വീട്ടിൽ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നു. വീട്ടിൽ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. വീട്ടിൽ തന്നെ പൂജ വയ്ക്കുമ്പോൾ ആദ്യം പൂജാമുറി തുടച്ച് വൃത്തിയാക്കി നിലവിളക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം. അല്പം മഞ്ഞൾ വെള്ളം പൂജാമുറിയിലോ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നിടത്തോ തളിക്കുന്നത് ഉത്തമമാണ്. ഇതുപോലെ നിലത്ത് ഒരിക്കലും പുസ്തകം വയ്ക്കരുത്. പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നിടത്ത് 3 ചിത്രങ്ങളും വേണം. ഏതൊക്കെയാണ്? ഗണപതി, സരസ്വതി, ലക്ഷ്മി ദേവി എന്നിവരുടെ ചിത്രമാണ് വയ്ക്കേണ്ടത്. വിളക്ക് തെളിയിച്ച് കഴിഞ്ഞ് സന്ധ്യാസമയത്ത് വേണം പൂജയ്ക്ക് വയ്ക്കേണ്ടത്. സരസ്വതി, ദുർഗാദേവിമാരുടെ ചിത്രത്തിന് മുൻപിലാകണം വിളക്ക് തെളിയിക്കേണ്ടത്. അതിനു മുന്നിലായിട്ടാണ് പുസ്തകം പൂജയ്ക്ക് വയ്ക്കേണ്ടതും. 2 ദിവസമാണ് പുസ്തക പൂജ നടത്തുക. പുസ്തകം പൂജയ്ക്ക് വെച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി പൂജ നടത്തണം. പുസ്തകം പൂജയ്ക്ക് വയ്ക്കുമ്പോൾ കൊളുത്തിയ വിളക്ക് കെടാവിളക്കായി പൂജ കഴിയുന്നത് വരെ സൂക്ഷിക്കണമെന്നാണ് വിശ്വാസം. പുസ്തകങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കണം. ദശമി ദിനത്തിൽ രാവിലെ ശുദ്ധിയായി വീണ്ടും പുസ്തക പൂജ നടത്തണം. വിദ്യയുടെ അധിപതിയാണ് സരസ്വതി ദേവി. സരസ്വതി പൂജ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ദശമിയിൽ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്ന മന്ത്രം 108 തവണ ചൊല്ലണം. നവരാത്രി ദിനങ്ങളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. രാവിലെയും വൈകിട്ടും ദേവി പ്രാർത്ഥനകൾ നടത്തേണ്ടത് ഉത്തമം. ദേവി ഭാഗവതം, ദേവി മഹാത്മ്യം, സൗന്ദര്യലഹരി എന്നിവ പാരായണം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം. ഇത് കർമ്മതടസ്സങ്ങൾ മാറ്റുന്നതിനും വിദ്യാപുരോഗതിക്കും സഹായിക്കുന്നു. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അക്ഷരത്തെറ്റ് വരാതെ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സരസ്വതി ദേവിയുടെ മൂലമന്ത്രമോ ഗായത്രി മന്ത്രമോ വേണം ജപിക്കാൻ. അക്ഷരത്തെറ്റില്ലാതെ ജപിച്ചാൽ മാത്രമേ നേട്ടങ്ങളും സാമ്പത്തിക പുരോഗതിയും വിദ്യാപുരോഗതിയും ഉണ്ടാകൂ. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.